കിട്ടിയ വണ്ടിയിൽ ആളെയും കുത്തിനിറച്ച് നമ്മുടെ പോക്ക് എങ്ങോട്ടെന്ന് വെച്ചാൽ ഒന്ന് കുളിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നതാണ്. മഴയൊക്കെ പെയ്ത് വെള്ളമാകാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. കുളിക്കാൻ വന്നാൽ പച്ചമാങ്ങ മുളകിട്ട് കഴിഞ്ഞാൽ നിർബന്ധമാണ്. കടവിൽ നിന്ന് തിന്നാന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ എല്ലാവർക്കും കണ്ടപ്പോൾ ആക്രാന്ന് കയറിയിട്ട് എല്ലാവരും തിന്നാൻ തുടങ്ങി. മുളകൊക്കെ തേച്ച് വെച്ചേക്കുന്ന കണ്ടാൽ കൊതിരാതിരിക്കുവോ? മാങ്ങ കഴിക്കാൻ എല്ലാവരും അടിയായി കേട്ടോ. ആ വിഷയത്തിൽ തെന്നി മാറുന്നില്ല. ഇതാണ് നമ്മൾ കുളിക്കാൻ വന്ന വെള്ളച്ചാട്ടവും കടവും. ഉച്ചയാണെന്ന് വിചാരിക്കണം കേട്ടോ. ഉച്ചയ്ക്ക് നല്ല ഒന്നൊന്നര തണുപ്പ് അവിടെ. ഇവന്മാരാണ് നമ്മുടെ കൂട്ടത്തിലെ അഭ്യാസികൾ. ഇതിന്റെ മുകളിൽ വലിഞ്ഞു കയറി മുകളിലാത്തോളം പ്ലാൻ ആട്ടോ അവന്മാർ. തണുപ്പിന്റെ കാഠിന്യം മനസ്സിലാക്കണേ ഇവൻ വിറയ്ക്കുന്ന മതി. ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി ആഹാരാത്മ പണിയെടുക്കും അവന്മാർ. അങ്ങനെ മുകളിലെത്തിയതിനു ശേഷം മുകളിലെത്തിയതിന് കുറച്ച് മാസമെല്ലാം കാണിച്ചിരിക്കോട്ടോ. അവിടെ മാസം മാത്രമല്ല കുറച്ച് മാങ്ങാപ്പഴം പറിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ പതിയെ ആൾക്കാർ കയറി പൊക്കോണ്ടിരിക്കുക. മുകളിൽ നല്ല മാങ്ങാപ്പഴം കേട്ടോ. അവന്മാർ പറിച്ചിട്ട് വന്നത് മതിലുള്ള മാങ്ങായും മറ്റേ മുളക് നോക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ്. മുളകിൽ നോക്കി കുറച്ച് സീനിയർ കാണിച്ചു തന്നേക്കാം. ഇത് അക്കരെ നിൽക്കുന്നവർക്ക് മുളക് കൊടുക്കാനുള്ള കഷ്ടപ്പാടാണ് കണ്ടോ. കുറച്ച് നൊസ്റ്റാൾജി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് തോത്തെടുത്ത് വീശി മീൻ പിടിക്കോട്ടോ. മീൻ കിട്ടിയപ്പോൾ നൊസ്റ്റാൾജി ചെയ്ത് നിർത്തി. അങ്ങനെ നമ്മളും പമ്പി നടന്ന് മുകളിലെത്തി. അതാണ് മുകളിലെ സീനിയർ. എത്തിയപ്പോൾ അവിടെ എല്ലാ മാനും വർത്താനൊക്കെ പറഞ്ഞ് മാങ്ങ കഞ്ഞാൻ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക. ഹേറ്റിന് ചിഹ്നമുള്ള കല്ല് കിട്ടി. അവിടെ മുങ്ങി കുളിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞ് ചിറ കെട്ടിക്കൊണ്ടിരിക്കുക. കുറച്ച് സാമൂഹിക വിരുദ്ധത്തെ നശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് പൂർണ്ണമായി നശിച്ചു കേട്ടോ. അതിന്റെ സന്തോഷത്തിലാണ് അവൻ ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ 2-3 മണിക്കൂറത്തെ കുളിക്ക് ശേഷം എല്ലാവരും കുളിമെടുത്ത് വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.